Today, let's speak about the neuromuscular junction. Now, what is this junction? It is a junction between the terminal branch of the nerve fiber or a motor neuron. Okay, motor neuron അല്ലെങ്കിൽ nerve fiber രണ്ടും ഒന്ന് തന്നെ. The terminal branch of this motor neuron and the muscle fiber. This junction, it is consisting of motor neuron end and muscle end, which is called as the motor end plate. So basically neuromuscular junction എന്ന് പറഞ്ഞാൽ എന്തോ, it is in the word itself it is there. It is a junction between the terminal branch of the nerve and the muscle. Neuromuscular junction. Now ഇതിൻ്റെ സ്ട്രക്ചർ പറയാനാണെന്നുണ്ടെങ്കിൽ we are talking purely on skeletal muscles. Skeletal muscles are innervated by motor nerve fibers, and each nerve fiber, see, as you can see over here, this is a nerve, and each nerve will branch into many terminals and get attached to the nerve fiber. ഇതാ ഈ നെർവ് ന്യൂറോ മസ്കുലർ ജംഗ്ഷനെ മാഗ്നിഫൈ ചെയ്തിട്ടാണ് ഒരു നെർവ് വിച്ച് ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു ദി മസിൽ ഫൈബർ. ഓക്കെ, സോ എ നെർവ് which divides into many terminals and each terminal branch gets innervated into the muscle through this neuromuscular junction. Now, what is an axon terminal or a motor end plate? നമ്മൾ പറഞ്ഞു ഒരു മോട്ടോർ എൻഡും ഉണ്ട്, ഒരു നെർവ് എൻഡും ഉണ്ട്. ഇതിനെ ആണ് മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് ആദ്യമേ പറഞ്ഞു. നൗ ആക്സോൺ ടെർമിനൽ അല്ലെങ്കിൽ ഒരു മോട്ടോർ എൻഡ് പ്ലേറ്റിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വാട്ട് ഈസ് ദിസ് ആക്സോൺ ടെർമിനൽ ഓർ മോട്ടോർ എൻഡ് പ്ലേറ്റ്? ദിസ് ടെർമിനൽ ബ്രാഞ്ച് ഓഫ് എ നെർവ് ഫൈബർ, ഏറ്റവും അറ്റത്തെ ഒരു നെർവിൻ്റെ ഏറ്റവും അറ്റത്തെ നെർവ് ഫൈബറിനെയാണ് ആക്സോൺ ടെർമിനൽ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ആക്സോൺ ടെർമിനലിൻ്റെ ഏരിയ വരുമ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ലൂസസ് ഇറ്റ്സ് മൈലിൻ ഷീത്ത്. സോ ഈ മൈലിൻ ഷീത്ത് ആബ്സെൻ്റ് ആയിട്ട് ഇരിക്കുന്ന പോർഷനെയാണ് ആക്സോൺ ടെർമിനൽ എന്ന് വിളിക്കുന്നത്. സോ അതിൻ്റെ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ആ ഭാഗത്ത് മൈലിൻ ഷീത്ത് ഈ ആക്സോൺ ടെർമിനലിൻ്റെ പോർഷനിൽ ഇല്ല. ആൻഡ് ഈ പോർഷൻ അതിൻ്റെ ഏറ്റവും അറ്റത്ത് വെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് അറ്റാച്ച്ഡ് ടു ദി മസിൽ ഫൈബർ ഇറ്റ് എക്സ്പാൻഡ്സ് ലൈക്ക് എ ബൾബ്. അത് ഇതാണ്ടേ, സി, ഒരു ടെർമിനൽ ഈ നെർവ് ഫൈബർ മൊത്തം വരുമ്പോൾ ദർ ഇസ് മൈലിൻ ഷീറ്റ്. ബൈ ദ ടൈം ഇറ്റ് റീച്ചസ് ആ ആക്സോൺ ടെർമിനലിൻ്റെ ഭാഗത്ത് ദർ ഇസ് നോ മൈലിൻ ഷീറ്റ്, ആൻഡ് അറ്റ് ദി ടെർമിനൽ എൻഡ് ഓഫ് ദിസ് ആക്സോൺ terminal it expands like a bulb and it gets attached to the nerve fiber. Okay, ഈ നെർവ് ഫൈബറിൻ്റെ ഉള്ളിലോട്ട് ഇത് അറ്റാച്ച് ചെയ്ത് വരുന്നത്. This portion of the axis cylinder is expanded like a bulb, which this is called as the motor end plate. ദാറ്റ് ഈസ് മസിലുമായിട്ട് അകത്തോട്ട് കയറുന്ന ഭാഗത്തിനെയാണ് മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. സോ ആക്സോൺ ടെർമിനൽ വെളിയിൽ നിൽക്കുന്ന ഭാഗത്തിനെയാണ് ആക്സോൺ ടെർമിനൽ എന്ന് വിളിക്കുന്നത്, വിച്ച് ഈസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് മൈലിൻ ഷീത്ത്. ആൻഡ് വാട്ട് ഗെറ്റ്സ് ഫോംസ് ഇൻ ടു എ ബൾബ് ആൻഡ് ഗെറ്റ്സ് ഇൻസേർട്ടഡ് ഇൻ ടു ദി മസിൽ ഫൈബർ, ദിസ് ഈസ് കോൾഡ് ആസ് ദി മോട്ടോർ എൻഡ് പ്ലേറ്റ്. സോ നൗ ഈ ആക്സോൺ ടെർമിനലിൻ്റെ അതിൻ്റെ അകത്തിരിക്കുന്ന ആ ബൾബിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ദിസ് ആക്സോൺ ടെർമിനൽ കണ്ടെയ്ൻസ് മെയിൻലി ടു തിങ്സ്, മൈറ്റോകോൺഡ്രിയ ആൻഡ് സിനാപ്റ്റിക് വെസിക്കിൾസ്. സി, ഇറ്റ് കണ്ടെയ്ൻസ്, see, these white ones are the synaptic vesicles and the red bean shaped structures are the mitochondria. ഇനി ഈ സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ ഉള്ളിൽ അസിറ്റൈൽ കോളിൻ, ഈ കുത്തുകുത്തിട്ടിരിക്കുന്നത്, ദേ ആർ അസിറ്റൈൽ കോളിൻ വിച്ച് ആർ
ദ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ നെർവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് അസിറ്റൈൽ കോളിൻ എന്ന് പറയുന്നത്, വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ ദിസ് വെസിക്കിൾ. ഈ സിനാപ്റ്റിക് വെസിക്കിളിനുള്ളിൽ അസിറ്റൈൽ കോളിൻ സ്റ്റോർഡ് ആണ്. ഇനി ഈ അസിറ്റൈൽ കോളിൻ എവിടെ നിന്നാണ് വരുന്നത്? ഈ മൈറ്റോകോൺട്രിയ ആണ് സിന്തസൈസ് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് ഈ അസിറ്റൈൽ കോളിനെ, ആൻഡ് ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ദിസ് സിനാപ്റ്റിക് വെസിക്കിൾസ്. ഈ ഉണ്ടാക്കാനുള്ള എനർജി ഈ മൈറ്റോകോൺട്രിയയ്ക്ക് കിട്ടുന്നത് ഇസ് ഫ്രം ദി ATP that is present within this mitochondria, which helps in the synthesis of acetylcholine, and this acetylcholine is stored in the synaptic vesicle.